ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒന്നുമല്ല ഗൈസ്, നമ്മൾ കുറെ നേരം കൊണ്ട് ഇൻട്രോ എടുക്കണം. ഞാൻ അത് ആലോചിച്ചിരിച്ചു. സോ ഗൈസ്, ആക്ച്വലി ഇതൊരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് വ്ളോഗാണ്. സംഭവം വേറെ ഒന്നല്ല, ഞങ്ങൾ ഇന്ന് ഇവിടെ അപ്പൂൻ്റെ അവിടെ വന്നതാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ആഴിമല പോവാൻ എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് വന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് നമ്മളിപ്പം തീരുമാനിച്ച് നമ്മളിന്ന് ഞാൻ, അമ്മ, അപ്പു, ചേച്ചി, കാശി നമ്മളെല്ലാവരും കൂടെ എവിടെ പോണ്? സിനിമ കാണാനും ഞങ്ങൾ കുറച്ച് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. സോ ഒരു ചെറിയൊരു മിനി വ്ളോഗ് ആവാം. അപ്പോൾ അച്ഛയില്ല കേട്ടോ, അച്ഛൻ വരൂല. കാരണം അച്ഛൻ എൻ്റെ അമ്മയെ പോലെയാണ്. അച്ഛൻ ബെല്ലയും സിംബയൊന്നും വിട്ടിട്ട് വരൂല. അവർക്ക് സമയത്തിന് ചോറ് കൊടുക്കണമെന്നുകൊണ്ട് വരൂല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഒരുവിധം ടിക്കറ്റ് ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഓൾറെഡി കണ്ട് ഫ്രണ്ടിലാണ് എടുത്തത്. കാരണം അമ്മയ്ക്ക് അച്ഛനും, പക്ഷെ അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ പോയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇവർക്ക് വേവിക്കണോണ്ടാണ് അച്ഛൻ വരാത്ത. അച്ഛൻ വേവിക്കണം. ടാറ്റാ. പോവാം. ഇട്ടുവക്കിന് മറക്കാൻ ചേച്ചി. കാശി പോവാം. ഞാൻ 4 മണിക്ക്. നമ്മള് രാവിലെ ഇനി ഇവിടെ 8 മണിക്ക് എത്താന്നൊക്കെയുള്ള പ്ലാനാണ്. ടാറ്റാ. വലിയ ബൈ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയിട്ട് ഇപ്പം ഞങ്ങൾ നേരെ ലുലുവില് സിനിമയൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഭയങ്കര ചിരിയപ്പം എൻ്റെ ഒരു ട്വിൻസ് കറങ്ങാൻ പോവുകയാണ്. ട്വിൻസ് അവര് ഔട്ട്ഫിറ്റ് ഉണ്ടാ ഒരേപോലെ. കാശി ഫ്രണ്ട് എഴുന്നിട്ട് കാശിക്ക് ഒന്നും കാണാൻ പറ്റില്ല. കാശി, നമുക്ക് സിനിമ കാണണ്ടേ? വേണ്ടേ? യെസ്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യണം? മറ്റിങ്ങനെ കറങ്ങണ സാധനത്തിൽ കയറണ്ടേ? നോക്ക്, ഈ ഫോണൊന്നും അടിക്കോ? കൈ ഇവിടെ ആരെന്നെയാണാ? അപ്പൊ കട്ട് ചെയ്ത് അപ്പോ കാശി കൂടെ വൻ സ്റ്റണ്ട്. ഞങ്ങളിതാ സിനിമ കാണാൻ വേണ്ടിട്ട് വന്നേ. ഇവിടെ PVR നമ്മള് പോയൊരു ചായയൊക്കെ കുടിച്ചിട്ട് സിനിമ കാണാൻ എങ്ങനെ പോവേണ് സിനിമ കാണാൻ വേണ്ടിട്ട്. യെസ്, നമ്മള് ദൃശ്യം കാണാൻ. അമ്മ ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ, അപ്പു ദുൽഖർ ഫാൻ. നമുക്ക് എന്തായാലും ഇനി തിയേറ്ററിൽ പോയിട്ട് കാണാം. നമ്മള് കാശിക്ക് പോപ്കോൺ വാങ്ങാന്ന്. എന്തിനു വാങ്ങാൻ വന്ന് കാശി? പോപ്കോൺ ആണ്. തന്നെ നോക്കിയിട്ടാണ് പോപ്കോൺ വാങ്ങാൻ വന്ന് കേട്ടാ. അവിടെ നമ്മൾ ഓൾറെഡി ദൃശ്യം കണ്ടാണ്. അപ്പൊ ഞാനും അപ്പം വിചാരിച്ച നമ്മളെന്തെങ്കിലും ഉറങ്ങാം അല്ലേ? കാരണം ഞാൻ അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഇന്നലെ ഉറങ്ങാത്തോണ്ട് ഞാൻ ഇന്ന് ഉറങ്ങി. അമ്മയെ കണ്ടു. ചേച്ചി ഇതിന്റെ ഒരു ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു ചെറിയൊരു സീനിൽ ഒരു ഇതുണ്ട്, അൺഎക്സ്പെക്ടഡ് ഉണ്ട്. ചേച്ചി ഇങ്ങനെയൊക്കെ അടിച്ചെന്ന് അമ്മേ. അമ്മേരെ അലവാങ്ക് പോയെന്ന്. അലവാങ്കന്നല്ലേ പറഞ്ഞ? അലവ. അതായത് നമ്മളെ അവിടേക്ക് അങ്ങനെയാണ്. നമ്മളവിടെ കവാല, അപ്പൂന്റെ അവിടെയൊക്കെ അലവെന്നാണ് പറയണേ ഇതിന്. കാശി ഭയങ്കര അക്രമം.
എന്ത് എന്ത് മാമൻ എന്ത് കാര്യം പറ. നമുക്ക് എവിടെ പോവാം? അമ്മക്കേ ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഉറക്കം, ഒരു കോഫി വാങ്ങാന്ന്. കോഫി വാങ്ങിച്ചോണ്ട് പോവാം. കോഫി വാങ്ങാം കൈസ്. ബാ. കാശിക്ക് ഐസ്ക്രീം കഴിച്ചു. കാശി സിനിമ കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു? അന്നേര് അടിപൊളിയാ. ആര് നട? മോഹൻലാൽ. കാശിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ലാലേട്ടൻ ആര് മോഹൻലാൽ എന്ന് അറിഞ്ഞു. പിന്നെ ചില സമയത്ത് അതിന് ഓർമ്മ വരും. നമ്മൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഇനി ബാക്കി കാണാൻ വേണ്ടിട്ട് പോണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എവിടെ പോകും കാശി? മറ്റേ പാർക്കിൽ പോവും, പണ്ടൂരെ പോവും. അതാണ് പാർക്കിൽ പോകുന്ന. രാവിലെ ആയാന്നാ? ഓ രാവിലെ. എത്ര മണിയായി? 1 മണിയായി ഗൈസ്. 1:10. താങ്ക് യു. ശശി പോവാം. ബാ 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 ബാ. ഉറച്ചറിയണേ. എന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറാൻ നോക്കിയത്. എന്റെ കേറാൻ വയ്യ, ഭയങ്കര തണുപ്പ്. കോഫി നമ്മള് ക്യാപ്പിച്ചിനോ ഭയങ്കര തണുപ്പ്. അപ്പോഴപ്പോഴും കുറെ വിടർത്തി വിടും ചളുമയ. അപ്പൊ സിനിമന്റെ ശേഷം തോളിലൊരു ചരിവ്. കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ട? ഓക്കെ. മനസ്സിലായില്ലേ ചേച്ചി? ഇല്ല ചേച്ചി കഥ മനസ്സിലായില്ല. എന്റെ ഇതില് ഞാൻ കല്യ കുറച്ച് അമ്മ കട്ട ലാലേട്ട ഫാനാണ് ഗൈസ്. കാശിരോ ഓടണം. അയ്യോ ഞാൻ ഫസ്റ്റ് ഹാഫ് ഞാൻ ഉറങ്ങി. എനിക്ക് നല്ല ഉറങ്ങാം. അപ്പൊ ഞാൻ പുതച്ചു മൂടിയെ കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എണീച്ചിട്ട് ഇപ്പൊ നമ്മള് ബാക്കി ഫുള്ള് ഇരുന്ന് കണ്ടതിൻ്റെതാ. ഇപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോണേ. നമ്മള് ഫുഡും കഴിച്ച് കാശി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കാശി എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടോലല്ലോ. കുറെ നേരം മേളിലത്തെ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവന്റെ സീറ്റിന്റെ മുകളിൽ വേറൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി പോയി ഫുഡ് കഴിക്കാം. ഹായ് ഗൈസ്, നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേ. ബട്ടർ നാനും വെജിറ്റേറി, കുട്ടൻ ടിക്ക, അമ്മ ചപ്പാത്തി, ചേച്ചി ബിരിയാണി. നമ്മൾ ഊണ് കഴിക്കാൻ തന്നെ. പക്ഷെ ഊണ് തീർന്നു. കോഫി കുടിച്ചപ്പോ മഴ കുറ്റോണ്ടിരുന്ന തോന്നല. വെജിറ്റബിൾ കറി കിട്ടിയൊക്കെ നല്ല വെജിറ്റബിൾ കറി. അതെ സൂപ്പർ. ഞങ്ങള് ഫണ്ടൂറയിൽ വന്നേ. ഫണ്ടൂറയിൽ ഇവിടെ തിയേറ്റർ ഉണ്ട്. കാശി ഭയങ്കര എക്സൈറ്റ്മെന്റിലുണ്ട്. നീടിച്ച് ഇറുകിയൊക്കെ ചെയ്യണം. ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ട്. നമുക്ക് 3D തിയേറ്ററിൽ പോവാം. അതായത് ഇവിടെ ഇതാകുമ്പോ എല്ലാവർക്കും അമ്മയ്ക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സൂപ്പറാണ്. നമ്മള് 3D തിയേറ്ററിൽ കയറാൻ പോണം. സീറ്റ് ബെൽറ്റ് ഇട്ടാ അമ്മ? സീറ്റ് ബെൽറ്റ് അത് ചേച്ചിട്ട്. കാശി കണ്ണാടി കറക്റ്റ് അല്ലാന്ന് തോന്നണം. തന്നെ നമുക്കിത് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും കയറാൻ പേടി. അപ്പൊ ഞങ്ങൾ ഇതും കണ്ടിട്ട് ബാക്കിന് കാശിയുടെ ഇഷ്ടത്തിന് നമ്മള് ബാക്കിയിരിക്കാം. ഓ അമ്മ കണ്ണടിക്കണെങ്കിലും അറിയാൻ പറ്റുള്ളൂ.
എന്തായിരുന്നു പറഞ്ഞെടുത്ത എന്തായിരുന്ന ഞാൻ ബാക്കിലുണ്ട് നോക്കിക്കോളാം. കാശി കണ്ണാടി വരെയല്ലേ, കണ്ണാടി വെച്ചാലേ നമുക്കിത് കാണാൻ പറ്റും. എൻജോയ്. ജോയ് ഓ എവിടെ വരണം? അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മൾ എന്തിനാ അവിടെ ഇരിക്കണം? നമുക്ക് അവിടെ ഇരിക്കാം. അയ്യോ നമ്മള് നീന്താൻ പോണം. ഞാൻ ഇവിടെ അമ്മയും കൊണ്ട് വന്നിട്ടുണ്ട്. ഓ സിനിമ തുടങ്ങിയില്ല, അവര് ലൈറ്റ് ഇട്ട്, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞേ തുടങ്ങുള്ളൂ. സൂപ്പറാണ്. ഇങ്ങനെ എനിക്ക് പേടിയാണ്. പേടിയാ കാശി? അയ്യോ പേടിയുണ്ടാ? ഇത്തിരി നേരം എടുത്തോണ്ടേ അമ്മായി അമ്മായി ഞാൻ വന്ന് വീഴുവന്നു മൂലടിച്ച്. അമ്മേനെ അലവാങ്ക് നോക്കി കൊടുത്തത്. ഞാനല്ല, അമ്മ ഒരു വിളി. ഞാൻ ഇങ്ങനെ ഇരുന്നു, അമ്മ ഒരു വിളി വിളി. പക്കു ഭയങ്കര ചിരിയായിരുന്നു. ഓ അല്ല ഇനി ഫോർത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി ഫോർത്തിന് ലാലേട്ടൻ ഡോൺ ആവുമായിരിക്കും. ഗുണ്ട എല്ലാരെയും വെടിവെച്ചു. ലൂപ്പ്. ഓക്കെ അമ്മാവാ അമ്മാവാ ഓതാ. ഓ അത് തുടങ്ങട്ടെ. ഈ ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ വരും. അപ്പൊ നമ്മള് കണ്ണാടി ഊരാതെ ഇങ്ങനെ കാണാം. സൂപ്പർ. അപ്പൊ കാശി വിളിക്കോ? എങ്ങനെ വിളിക്കും? ഓ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഇപ്പൊ ഇത്? പേടിച്ചാ? പേടിച്ചാ? എനിക്ക് പേടിയൊന്നുമില്ല. പേടിച്ചതാരാണ്? പേടിച്ച ചേച്ചി. ഓ കാശി പാമ്പൊക്കെ വന്നപ്പോ കാശി എന്നെ പിടിച്ച് ഇങ്ങനെ. കാശി എങ്ങനെ ഉണ്ടായിരുന്നു കാശി? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? പേടിച്ചു പോയോടി, പേടിച്ചു പോയി. ആമാ പേടിച്ചു പോയെന്ന്. പിന്നെ നമ്മള് കൊറേ സംഭവം ഉണ്ട്, അതിലൊക്കെ കേറാൻ വേണ്ടിട്ട് പോന്നു. കാശിയെ ഇതിൽ കേറാൻ പോണു. ഇത് എന്തരെന്ന് എനിക്കറിയണം. ഇതിനെ പറഞ്ഞ പേരെന്തോന്ന്? ഇതിനെ പറഞ്ഞ പേരെന്തോന്ന്? ഓക്കെ അതാണ് ഇതിന്റെ പേര്. നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. കാശി എവിടെ പോണ്? ഓ ഇത് കേറാൻ വേണ്ടിട്ട് പോവേണേ കാശി. കാശി ഫുള്ള് കേറിയിട്ടില്ലേ വരുള്ളൂ. പേടിക്കോ? ആ ഓൾ ദ ബെസ്റ്റ്. കൈതാ ജയിച്ചു തരണം കേട്ടാ. വീഴൂല പൊന്നെ, വീഴൊന്നുമില്ല. ആ റോപ്പ് ഉള്ളോണ്ട് വീഴൂല. പേടിക്കാതെ കയറിയാതി. കാശി എവിടെയാണ്? സോക്സ് ഒക്കെ ഇടണം കേറാൻ വേണ്ടിട്ട്. അപ്പൊ നീ കൊണ്ടല്ല അതിൽ കയറിയോ? ആ സൂപ്പറാണ്. പിന്നെ ഇയാൾക്ക് എന്തോന്ന് ഇഷ്ടം? അമ്മ വാ നമുക്ക് റോളർ കോസ്റ്ററിൽ കയറാം. അതിൽ കയറാം. അവര് വിളിക്കുന്ന പോലെ ഇവിടെ എത്താൻ. ഓ എന്തോ പൊന്നെ പോവൂല. നമ്മൾ ഇവിടെ നിക്കും. ഓ പോയിട്ട് വരുന്നവരാ. പോവരുതെന്ന്. സൂപ്പർ. കാശി കേറണേട്ടാ. കാശി അടിപൊളി.
ഇവിടെ നിന്ന് വീരവാദമൊക്കെ അവിടെ ചെന്ന് എനിക്ക് പേടിയമ്മ. അയ്യോ അയ്യോ അയ്യോ. കാശി ഒന്നൂടെ കേറ്, പേടിക്കണ്ട വീഴൂല, കാശി വീഴൂല. നിന്റെ മോൻ വന്നേക്കുന്നത് തോറ്റ പോട്ട്. കുഴപ്പമില്ല. അങ്ങനെ ചേച്ചി എനിക്ക് പേടിയമ്മ. അവരെല്ലാരും അല്ല അമ്മയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലേ പേടി അമ്മന്ന് വിളിച്ചത്. ഓ കാശിയുടെ സ്പെഷ്യൽ നിക്കറൊക്കെ ഊരി കളഞ്ഞിട്ട് വരണം. പാവ പേടിച്ച് നെഞ്ചിപ്പൊ പടപട ഇരിക്കണായിരിക്കും. അവന്റെ ആഗ്രഹത്തിന് വേണ്ടി കുഴഞ്ഞല്ലേ താഴെ വന്നു. കാശി തളർന്നുപോയി കൈസ്. ഇനി അടുത്തേലും നമ്മൾ കയറാൻ ഞാൻ ഷൂ ഒക്കെ പെട്ടെന്ന് അഴിച്ചെടുത്തിട്ട് ഇപ്പൊ പോവാ. ആക്ച്വലി കാശി ഓട്ടിക്കണെങ്കിലും അപ്പാണ് കയ്യിൽ. അവര് കാറിലൊക്കെ കയറാൻ പോയി. ഞാനും അമ്മയും കൂടെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പായി. അമ്മ നമുക്ക് മറ്റേ ഇത് കയറണം അമ്മ. മറ്റേ റോളർ കോസ്റ്ററിലെ കയറാൻ പറ്റുന്നു. കാല് വയ്യ. അങ്ങനെ നമ്മളിവിടെ ഇരിപ്പായി. അവര് കയറാൻ പോയി. നമ്മളെ എസ്കലേറ്റർ നമ്മള് ഗെയിമൊക്കെ കളിച്ചിട്ട് ഞാൻ താഴെ തന്നെ. അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഇന്നത്തെ ദിവസം? ഇന്നത്തെ കറക്കം അടിപൊളി മക്കളെ. ഒരു 1.5 കറക്കം തന്നെ കൊള്ളായിരുന്നാ? ഇതണക്ക് വല്ലപ്പോഴും കറങ്ങാ ഇങ്ങനെ. എന്നെ കൊണ്ട് വന്നല്ലോ. എന്റെ ജീവിതത്തിൽ നടക്കാത്തതെല്ലാം എന്റെ മക്കള് നടത്തുന്നു. എനിക്ക് അതിനൊരു സന്തോഷം. നമുക്ക് ഇനിയാ ഉണ്ട്. എനിക്കിവിടെ ചെറുതായിട്ടൊക്കെയുള്ള സിമ്പിൾ ആഗ്രഹത്തിന്റെ ആൾക്കാരാണ് വയസ്സ്. വലിയ മോഹങ്ങളൊന്നും. അപ്പൊ നമ്മള് അവിടെ സന്തോഷമായിട്ട് ഇവിടെ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈ കൊച്ചു സ്ഥലങ്ങളിൽ നിങ്ങൾ വിളിക്കുമ്പോ തടസ്സമില്ലാതെ. പക്ഷെ അച്ഛൻ വരൂല കൈസ്. അച്ഛൻ വരേയില്ല. അച്ഛനും അമ്മള് അപ്പൊ നമ്മള് അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞ അച്ഛൻ വലിയ എന്തൊന്നും വിട്ടിട്ട് വരൂല. ഇപ്പൊ അമ്പലത്തിൽ പോവാന്ന് വിളിച്ചു. അപ്പോഴച്ഛൻ വരൂല. ഇനിയിപ്പൊ അച്ഛൻ എന്നെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരണമെങ്കിലേ നടക്കുള്ളൂ. രഹസ്യമായിട്ട് ചതിച്ചൊക്കെ കൊണ്ടുവരണം, അമ്മയെ കൊണ്ടുവരണം. സോ ഗൈസ് അങ്ങനെതാ നമ്മള് ലുലുവിലൊക്കെ പോയി എല്ലായിടവും കറങ്ങിയിട്ടൊക്കെ നമ്മളിവിടെ ഇവിടെ വന്നിരിക്കുന്നു. കാശി ഭയങ്കര അക്രമാസക്തരാണ്. ഹൈപ്പർ ആക്റ്റീവായ കാശി എല്ലായിടത്തൊക്കെ പോയപ്പോഴത്തേക്ക്. കാശി ഇവിടെ നിന്ന് പോയപ്പോൾ കാശിക്ക് വലിയ സന്തോഷമൊന്നുമില്ലെന്ന്. ഫണ്ടൂരയിലൊന്ന് കയറിയപ്പോഴാണ് കാശിയുടെ തനി സ്വഭാവം ഞാൻ കാണുന്നത്. കാശി ഇങ്ങനെയൊക്കെ കറക്റ്റ് അപ്പു ഇത് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ അക്കുനൊരിതുണ്ട്.
ഒരു സ്വഭാവം, അതേ സ്വഭാവം വരുന്ന കാശിയും. സോ അങ്ങനെ നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത്. പിന്നെ അപ്പൂട്ടൻ കണ്ടില്ല, അമ്മ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ വാഷ്റൂമിൽ പോയപ്പോൾ അമ്മ കരഞ്ഞ്. കാരണം എൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ഗൈസ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫാമിലി എന്ന് പറയണത്. കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ ഭയങ്കര നല്ല, മീൻസ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ഈ മൊമെൻറ്റിൽ. കാരണം വലിയ ഇതൊക്കെ അങ്ങനെ നമുക്കൊരു എന്തോന്ന് ഒരു ബുദ്ധിമുട്ടാവാതെ അല്ലേ ബുദ്ധിമുട്ടിയത്. അവർ അവർക്ക് ലുലു മാളിൽ പോയത്, സിനിമ കണ്ടത്, ഫുഡ് വെച്ചതൊക്കെയാണ് അവരുടെ സന്തോഷം കണ്ടെത്തുന്നവർ. അതാണ് സെയിം എൻ്റെ ഫാമിലി, അതാണ് അമ്മയും എല്ലാവരും അതാണ്. അപ്പം എനിക്ക് അത്രയും സന്തോഷമുണ്ട്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ താങ്ക് യു. എന്തിനു അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. ടയേർഡായിപ്പോയി. ഒരാഴ്ച 2 ആഴ്ച. അപ്പം ബാക്ക് ടു റൂം. നമ്മളിതാ ഉറങ്ങാനൊന്ന് ഫ്രഷായിട്ട് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മളൊരു പാർട്ടാവുന്നത് വളരെ വലിയ കാര്യമാണ്. ആൻഡ് അവർക്ക് നമ്മൾ കാരണം ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയ കാര്യമാണ്. ഈ നിമിഷം ഞാൻ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുന്നു. ശിവനെ യെസ്, നമ്മളങ്ങനെ താങ്ക് യു പറയുന്നു. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യണം അവരുടെ സന്തോഷത്തിലൊരു പാർട്ടാവാൻ പറ്റിയല്ലോ. ഞാൻ പിന്നെ കുറേയൊന്നും വീഡിയോ എടുത്തില്ല. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ശീലമില്ലല്ലോ, വ്ലോഗ് ഇതൊന്നും അവർക്ക് അങ്ങനെ ലൈഫിൽ ശീലമല്ല. അപ്പം നമുക്ക് പയ്യെ തന്നെ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു അവർക്ക് കുറച്ച് മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചവർ അങ്ങനെ. ഞാൻ പിന്നെ പറഞ്ഞിട്ടാണ് എടുക്കണം അമ്മ ഞാൻ വീഡിയോ എടുക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്നായിരിക്കും സോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് തെറിച്ച് വീഴണം. അപ്പോഴത്തേക്ക് ഇവർ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ വളരെ ഇതിലാണെന്ന്. ആൻഡ് ഇത് കണ്ട ഞാൻ രാവിലെ വെച്ചുകൊണ്ടിറങ്ങിയ ഫേക്ക് നെയിലാണ്, ഇതുവരെ ഇളകിയിട്ടില്ല. പ്രസ് നെയിൽസ് ഇതുവരെ സാധനം ഇളകിയിട്ടില്ല. സോ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല നെയിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാനിങ്ങനെ കൂടെ എൻ്റെ കയ്യിൽ ചന്തം ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അച്ഛൻ വന്നില്ല, അച്ഛൻ ബെല്ലേരോടെയും സിംബേരോടെയും. അച്ഛന് ഇഷ്ടമല്ല, അച്ഛൻ്റെ അമ്മയെ പോലെയാണ്. അവർ വീട്ടിലിരിക്കണ അച്ഛന് ഇഷ്ടം. അച്ഛനിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഇഷ്ടമല്ല, അച്ഛന് വീട്ടിലുള്ള ഫുഡ് കഴിക്കണമെന്ന് ഇഷ്ടം. അപ്പം അവരങ്ങനെ ഇതില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ നമ്മൾ വിളിച്ച് പിന്നെ നമുക്ക് പിന്നെ അല്ല കഴിച്ച സംഭവം വേറെ ഒന്നുമല്ല. എനിക്ക് കറക്റ്റ് എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളും ഇത് ചെയ്യാൻ പോയില്ല. സോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.